ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം 2-ാം തീയതിയായിരുന്നു ട്രംപ് വിചിത്രമായ താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചത്. അമേരിക്കയിലെ ഏതെങ്കിലും ഉൽപ്പന്നം മറ്റൊരു രാജ്യത്തേക്ക് എത്തുന്ന നികുതി എത്രയാണോ അതിനേക്കാൾ കൂടിയ നികുതി എല്ലാ രാജ്യങ്ങൾക്കും ഏർപ്പെടുത്തിക്കൊണ്ടായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. അമേരിക്കൻ വിപണി ഞെട്ടിവിറച്ചു, ഓഹരി വിപണി ഇടിഞ്ഞു, അമേരിക്ക തന്നെ പ്രതിസന്ധിയിലായി. ട്രംപ് 3 മാസത്തേക്ക് ആ തീരുമാനം സസ്പെൻഡ് ചെയ്തു. ജൂലൈ മാസം 9-ാം തീയതിയാണ് ആ 3 മാസം പൂർത്തിയാവുന്നത്. അതിനിടയിൽ നിർണായകമായ ഒരു നീക്കത്തിന്റെ വാർത്ത പുറത്തേക്ക് വരികയാണ്. ഇന്ത്യക്കും ചൈനയ്ക്കും 500% താരിഫ് ഏർപ്പെടുത്താനുള്ള ആലോചന തുടങ്ങിയെന്നതാണ്. 500% എന്ന് വെച്ചാൽ ഇവിടെ 100 രൂപയ്ക്ക് ലഭിക്കുന്ന ഒരു സാധനം അമേരിക്കയിൽ ചെല്ലണമെങ്കിൽ 500 രൂപ കൊടുക്കണം. അങ്ങനെ വന്നാൽ ഒരു സാധനം പോലും അമേരിക്കയ്ക്ക് കയറ്റി അയക്കാൻ കഴിയാതെ പോകും. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പൂർണ്ണ ബന്ധം വിച്ഛേദിക്കപ്പെടും. അത്തരമൊരു സാഹചര്യം ഉണ്ടാവുന്നത് ഒരു സ്വകാര്യ ബില്ലിന്റെ പേരിലാണ്. ആ സ്വകാര്യ ബില്ലിനെ ട്രംപ് പിന്തുണച്ചു എന്നാണ് ബില്ല് കൊണ്ടുവന്ന സെനറ്റർ അവകാശപ്പെടുന്നത്. വാസ്തവത്തിൽ ഈ വ്യാപാര കരാറിലേക്ക് ഇന്ത്യയെ തള്ളിവിടാൻ, ഇന്ത്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ ബോധപൂർവം അമേരിക്കൻ മാധ്യമങ്ങൾ ഈ സെനറ്ററെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നടത്തിയ തിരക്കഥയുടെ ഭാഗമാണെന്ന് ആരോപണമുണ്ട്. യുഎസ് സെനറ്റർ ലിൻസി ഗ്രഹാമാണ് ഈ സ്വകാര്യ ബില്ലുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ലിൻസി ഗ്രഹാം അമേരിക്കൻ ABC ന്യൂസിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നത് ട്രംപിന്റെ പിന്തുണയുണ്ട്. ഏതാണ്ട് 86 സെനറ്റർമാർ ഇതിനെ പിന്തുണച്ചിരിക്കുന്നു. ട്രംപിന്റെ പിന്തുണയുണ്ടെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ കിട്ടിയാൽ ഇത് നിയമമായി മാറുമെന്നാണ്. ഇതിൽ പറയുന്നത് യുക്രൈനെതിരെ യുദ്ധം നടത്തുന്ന റഷ്യയെ സഹായിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണോ ആ രാജ്യങ്ങൾക്ക് 500% നികുതി ഏർപ്പെടുത്തണമെന്നാണ്. യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം ആരംഭിച്ചതോടെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തി. റഷ്യയുമായുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും ഇല്ലാതാക്കാൻ ലോകരാജ്യങ്ങളോട് പറഞ്ഞു. എന്നാൽ റഷ്യക്കൊന്നും സംഭവിച്ചില്ല. ഇതിന്റെ കാരണം ഇന്ത്യയും ചൈനയും ആ ഉപരോധം ഗൗനിച്ചില്ല. ഇന്ത്യയും ചൈനയും റഷ്യയുമായി വ്യാപാര ബന്ധത്തിൽ തുടർന്നു എന്നതാണ്. റഷ്യയുടെ സമ്പത്ത് എന്ന് പറയുന്നത് പ്രകൃതിവാതകവും എണ്ണയുമാണ് പ്രധാന സമ്പത്ത്. ഇത് നിന്നുപോയാൽ റഷ്യ സാമ്പത്തിക പ്രതിസന്ധിയിൽ പെടും. എന്നാൽ ചൈനയും ഇന്ത്യയും ആവശ്യത്തിലധികം എണ്ണ വാങ്ങി, പ്രകൃതിവാതകം വാങ്ങി. ഏതാണ്ട് 70% എണ്ണയും പ്രകൃതിവാതകവും ഈ 2 രാജ്യങ്ങൾ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് റഷ്യക്ക് ഒന്നും സംഭവിച്ചില്ല. ഇന്ത്യയും റഷ്യയും തമ്മിൽ റൂബിളിലും രൂപയിലും വ്യാപാര കരാറിൽ ഏർപ്പെട്ടു. ഇന്ത്യ ചെയ്തത് കൃത്യമായി അവസരം മുതലെടുത്ത് വലിയ തോതിൽ സാമ്പത്തിക ഇടപാടിലേക്ക് പോയി വലിയ തോതിൽ എണ്ണ ശേഖരമുണ്ടാക്കി. എണ്ണ വില കുറഞ്ഞു കിട്ടാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. വലിയ ഡിസ്കൗണ്ട് റേറ്റിലാണ് ഇന്ത്യക്ക് റഷ്യ എണ്ണ കൊടുത്തത്. ഇന്ത്യയുടെ കൃത്യമായ നിലപാടായിരുന്നു. യുക്രൈനെയും റഷ്യയും പിണക്കാതുള്ള ഇന്ത്യയുടെ നിലപാട് ഏറ്റവും വലിയ രാഷ്ട്രീയ നീക്കമായി വിലയിരുത്തപ്പെട്ടത് അങ്ങനെയാണ്. യുക്രൈനെ പിന്തുണച്ച് റഷ്യയെ പിണക്കിയാൽ ഇന്ത്യ കുഴപ്പത്തിലാവും. കാരണം റഷ്യയുമായി ഇന്ത്യക്ക് വലിയ വ്യാപാര ബന്ധമുണ്ട്, സൈനിക ബന്ധമുണ്ട്. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനമൊക്കെ റഷ്യയുടെ S-400 ആണ്. അതുകൊണ്ട് റഷ്യയെ പിണക്കാൻ ഇന്ത്യക്ക് കഴിയില്ല, അമേരിക്ക പിണക്കാനും ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ നിലപാടിലാണ് ഇന്ത്യ തുടർന്നത്. ഇപ്പോൾ ഈ ഗ്രഹാം കൊണ്ടുവരുന്ന ബില്ലിൽ പറയുന്നത് റഷ്യയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്കൊക്കെ 500% നികുതി ഏർപ്പെടുത്തണമെന്നാണ്. ഇന്ത്യക്ക് ഒരിക്കലും റഷ്യയോട് പിണങ്ങാൻ കഴിയില്ല, ഉപരോധം ഏർപ്പെടുത്താൻ കഴിയില്ല. കാരണം അത്രമാത്രം സാമ്പത്തിക സൈനിക ബന്ധമുണ്ട്. റഷ്യയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇന്ത്യ ഏത് സർക്കാർ വന്നാലും മുമ്പോട്ട് പോവില്ല. ഈ പശ്ചാത്തലത്തിൽ ഈ ബില്ല് നിയമമായാൽ ഇന്ത്യക്കും ചൈനയ്ക്കൊപ്പം 500% നികുതി ഏർപ്പെടുത്തും. 500% നികുതി ഏർപ്പെടുത്തിയാൽ ഒരു സാധനം പോലും അമേരിക്കയിലേക്ക് പോകാൻ കഴിയാതാവും.